നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ക്രീനറിലെ ഡാറ്റ നോക്കിയിട്ട് ഹെരൻബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ് ഒന്ന് വിശദമായി സംസാരിക്കുന്നത്. ഇതൊരു അഗ്രോ കെമിക്കൽ കമ്പനിയാണ്. അപ്പോൾ 1994 തുടങ്ങിയതാണ് ഈ ഹെരൻബ. അവർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് കീടനാശിനികൾ, പിന്നെ കളനാശിനികൾ, കുമിൾനാശിനികൾ, അങ്ങനെയുള്ള കാർഷിക രാസവസ്തുക്കളാണ്. ഇന്ത്യയിൽ തന്നെ ഈ സിന്തറ്റിക് പൈറത്രോയിഡ്സ് ഇല്ലേ, അതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഇവർ മുൻപന്തിയിലാണെന്നാണ് പറയുന്നത്. നമുക്കിതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ വേഗത്തിലൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചില പ്രധാന നമ്പറുകളിലേക്ക് കടക്കാം. ഇപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് വിപണി മൂല്യം, അത് ഏകദേശം ഒരു 1411 കോടി വരും. പക്ഷേ ഡിവിഡൻഡ് ഈൽഡ് നോക്കിയാൽ ഓഹരി ഉടമകൾക്ക് കിട്ടുന്ന ലാഭവിഹിതം അത് വെറും 0.28% ആണ്, കുറവാണത്. അതുപോലെ ROCE, അതായത് കമ്പനി മൊത്തം മുതൽ മുടക്കിൽ നിന്ന് എത്ര ലാഭമുണ്ടാക്കുന്നു, അത് 4.41%, അതും കുറവാണ്. പിന്നെ ROE, ഓഹരി ഉടമകളുടെ പണത്തിൽ നിന്നുള്ള ലാഭം, അത് അതിലും കഷ്ടം, 0.36% മാത്രം. ശരിക്കും ഈ നമ്പറുകൾ കുറവാണല്ലോ. അതെ, ഈ ROCE ഒക്കെ വളരെ കുറവാണ്. അത് ശരിക്കും നിലവിലെ ലാഭക്ഷമത അത്ര പോരാ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്നാലും സ്ക്രീനറിൽ ചില പ്രോസ് എന്ന് പറഞ്ഞ് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അവരുടെ പ്രവർത്തന മൂലധന ദിവസങ്ങൾ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ്, അത് 66 ദിവസത്തിൽ നിന്ന് ഏകദേശം 31 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ. ബിസിനസ്സിലെ കാശ് കെട്ടിക്കിടക്കുന്നത് കുറഞ്ഞു, കാര്യക്ഷമത കൂടിയെന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, കറക്റ്റ്. പണം കൂടുതൽ വേഗത്തിൽ കറങ്ങി വരുന്നു. പിന്നെ നല്ലൊരു പാദഫലം പ്രതീക്ഷിക്കുന്നു എന്നും സ്ക്രീനർ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ കോൺസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളും പറയുന്നുണ്ടല്ലോ. ഈ കുറഞ്ഞ പലിശ കവറേജ് അനുപാതം, ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതെന്താണ് സംഭവം? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലിശ കവറേജ് അനുപാതം കുറവാണെന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രവർത്തന ലാഭം അവരുടെ കടത്തിന്റെ പലിശ കൊടുക്കാൻ കഷ്ടി തികയുന്നു എന്നാണ് അർത്ഥം. അതായത് ലാഭം കുറഞ്ഞാൽ പലിശ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇതൊരു സാമ്പത്തിക റിസ്ക് ഫാക്ടറാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്ക്രീനറിലെ ഈ പറയുന്ന പ്രോസ് ആയാലും കോൺസ് ആയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളായിട്ട് ഒന്നുകൂടി ഇതിനെ വിലയിരുത്തണം. ശരിയാണ്, അതെപ്പോഴും ഓർത്തിരിക്കണം. ഇനിയിപ്പോ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രകടനം എങ്ങനെയുണ്ട്? പാദവാർഷിക ഫലങ്ങൾ നോക്കിയാലോ, അവിടെ ഒരു സ്ഥിരതയില്ലായ്മ കാണുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ കണക്ക്, അതായത് 2024 ജൂണിലെ റിസൾട്ട്, അതിൽ വിൽപ്പന 296 കോടിയുണ്ട്. അറ്റാദായം 16 കോടിയോളം വരും. ഓഹരി ഒന്നിന് വരുമാനം ഏകദേശം 4.19. ഇതത്ര മോശമില്ല. അതെ, ആ പാദം കുഴപ്പമില്ല. പക്ഷേ അതിന് തൊട്ടുമുമ്പത്തെ പാദം, അതായത് 2024 മാർച്ചിലെ കണക്ക് നോക്കിയാൽ അവിടെ 0.73 കോടിയുടെ നഷ്ടമാണ് കാണിച്ചത്. ഓ, അപ്പോ അങ്ങനെയൊരു വ്യത്യാസമുണ്ടല്ലേ, ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്, എന്നിട്ട് വീണ്ടും ലാഭത്തിലേക്ക്. അതെ, ഈ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇതിനെ നമുക്ക് കഴിഞ്ഞ 12 മാസത്തെ, അതായത് TTM, ട്രെയിലിംഗ് 12 മന്ത്സ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ചിത്രം കിട്ടും. TTM ഡാറ്റയിൽ വിൽപ്പനയിൽ ഒരു 23% വളർച്ചയുണ്ട്. അത് നല്ല കാര്യമാണ്, സെയിൽസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ലാഭത്തിന്റെ വളർച്ച നോക്കുമ്പോൾ അത് നെഗറ്റീവ് 113%. വലിയ ഇടിവാണ് ലാഭത്തില്. അമ്പടാ, വിൽപ്പന കൂടിയെങ്കിലും ലാഭം ഇടിഞ്ഞു അല്ലേ? അപ്പൊ മാർജിനിലൊക്കെ നല്ല പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ലാഭമുണ്ടാക്കുന്നതിൽ കമ്പനി ഇപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തന്നെയാണിത് കാണിക്കുന്നത്. ഇനി ഓഹരി പങ്കാളിത്തത്തിന്റെ കാര്യം നോക്കാം. അതാണല്ലോ എപ്പോഴും ഒരു പ്രധാന സൂചകം. പ്രൊമോട്ടർമാർ, അതായത് കമ്പനി തുടങ്ങിയവർ, സ്ഥിരമായിട്ട് ഏകദേശം 75% ഓഹരികൾ കയ്യിൽ വെക്കുന്നുണ്ട്. 74.95%. അതെ, അത് ശ്രദ്ധേയമാണ്. പ്രൊമോട്ടർമാർക്ക് കമ്പനിയിൽ നല്ല വിശ്വാസമുണ്ട് എന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ സാധാരണ കാണാറുണ്ട്. ദീർഘകാല ലക്ഷ്യത്തോടെയാണവർ നിൽക്കുന്നത് എന്ന് കരുതാം. എന്നാൽ അതേസമയം സാധാരണ നിക്ഷേപകർ, നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് പൊതുജനങ്ങൾ, അവരുടെ എണ്ണം കുറഞ്ഞുവരികയാണെന്നും കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 94,000-ൽ നിന്ന് 81,000-ആയി കുറഞ്ഞു. അതാണ് രസകരമായൊരു കാര്യം. പ്രൊമോട്ടർമാർക്ക് ഇത്രയും ഹോൾഡിംഗ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് റീറ്റെയിൽ നിക്ഷേപകരുടെ എണ്ണം കുറയുന്നു?
ഇതിനു ഒരു വൈരുദ്ധ്യം പോലെ തോന്നാം. ഒരുപക്ഷേ കമ്പനിയുടെ ഈ അടുത്ത കാലത്തെ സാമ്പത്തിക പ്രകടനത്തിലുള്ള അതൃപ്തിയാവാം, അല്ലെങ്കിൽ വിപണിയിലെ പൊതുവായ സാഹചര്യങ്ങൾ കൊണ്ടാവാം. അത് കൃത്യമായി പറയാൻ പറ്റില്ല. AGM ഈ വരുന്ന സെപ്റ്റംബർ 24-ന് നടക്കും. വീഡിയോ കോൺഫറൻസ് വഴിയാണ്. അതുപോലെ ബുക്ക് ക്ലോഷർ തീയതികൾ സെപ്റ്റംബർ 18 മുതൽ 24 വരെയാണ്. ഈ സമയത്തുള്ള ഓഹരി ഉടമകൾക്കായിരിക്കും ഡിവിഡൻഡോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് അർഹത. പിന്നെ കമ്പനി അടുത്തിടെ 2024-25 വർഷത്തെ BRSR റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. BRSR റിപ്പോർട്ട്, അതായത് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്, അതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കമ്പനി പരിസ്ഥിതിയോടും സമൂഹത്തോടുമൊക്കെ എത്രത്തോളം ഉത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നിക്ഷേപകർ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണൊരു ചുരുക്കം പറയാൻ പറ്റുക? ഹെറൻബേ ഇൻഡസ്ട്രീസ് ഒരു പഴയ അറിയപ്പെടുന്ന അഗ്രോ കെമിക്കൽ കമ്പനിയാണ്. പ്രൊമോട്ടർമാർക്ക് നല്ല നിയന്ത്രണമുണ്ട്. പിന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മെച്ചപ്പെട്ടതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ മറുവശത്ത് ലാഭമുണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നു. സാമ്പത്തിക ഫലങ്ങളിൽ ഒരു സ്ഥിരത കാണുന്നില്ല. അതെ, അതാണ് ഏകദേശം ചിത്രം. സ്ക്രീനർ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ഥിരതയുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. പക്ഷേ സമീപകാലത്തെ സാമ്പത്തിക ഞെരുക്കം ഈ പ്രധാനപ്പെട്ട റേഷ്യോകളിലും ലാഭത്തിന്റെ വളർച്ചയിലുമൊക്കെ വ്യക്തമായി കാണാനുണ്ട്. ഇനി വരാനിരിക്കുന്ന AGMലെ ചർച്ചകൾ, വാർഷിക റിപ്പോർട്ട്, ഈ പറഞ്ഞ BSR റിപ്പോർട്ട്, ഇതിലൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പനിയുടെ ഭാവിയിലുള്ള പ്ലാനുകളെപ്പറ്റി നമുക്ക് കൂടുതൽ സൂചനകൾ തന്നേക്കാം. തീർച്ചയായും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനിതാ ഒരു കാര്യം. അഗ്രോ കെമിക്കൽസ് കൃഷിക്ക് വളരെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സാമ്പത്തിക കണക്കുകൾക്കപ്പുറം ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും മൺസൂൺ എങ്ങനെ ഉണ്ടാവുമെന്നത്, അതുപോലെ രാസവസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ വരുന്നത്, പിന്നെ കാർഷിക വിളകളുടെ വിലയിലെ മാറ്റങ്ങൾ. ഇതൊക്കെ ഹെറൻബേയുടെ ബിസിനസിനെ ഭാവിയിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇതുകൂടി കണക്കുകളുടെ കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് നന്നായിരിക്കും, അല്ലേ?